നായ്ക്കളുടെ ക്രൂരമായ ഉപദ്രവത്തെക്കുറിച്ച് നമ്മൾ അടിക്കടി കേൾക്കുന്നുണ്ടല്ലേ? വഴി നടക്കാൻ പറ്റുന്നില്ല, വണ്ടിയിൽ പോലും പോകാൻ പറ്റുന്നില്ല. കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകുന്ന കുഞ്ഞു കുട്ടികളെ അതിക്രൂരമായിട്ട് നായ്ക്കൾ ഉപദ്രവിക്കുന്നുണ്ട്. വാഹന അപകടങ്ങൾ ഉണ്ടാക്കി വെക്കുന്നുണ്ട് നായ്ക്കൾ. വാക്സിൻ പോലും ഫലിക്കാത്ത രീതിയിൽ വിഷബാധയേറ്റ് മരിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ TV തുറക്കുമ്പോഴും മാധ്യമങ്ങളിലിടയിൽ ഒന്നും സ്ഥാനം പിടിക്കാത്ത ഒരു കാര്യമാണ് ആൾക്കൂട്ടത്തിനിടയിൽ പട്ടികളെ അല്ലെങ്കിൽ നായ്ക്കളെ തല്ലിക്കൊല്ലുന്നു എന്നൊരു കഥ നമ്മൾ കേൾക്കുന്നില്ല. എങ്ങും തലക്കടിച്ച് കൊല്ലുന്നു എന്നുള്ളൊരു കഥ നമ്മൾ കേൾക്കുന്നില്ല. പക്ഷേ ഇന്ന് നമ്മൾ കേൾക്കുന്നുണ്ട് മനുഷ്യരെ തലക്കടിച്ച് കൊല്ലുന്നുണ്ടെന്ന്. ആൾക്കൂട്ടത്തിനിടയിൽ 18 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പൊന്നുമോൻ, വീട്ടിലെ താങ്ങും തണലുമായി ഊന്നുവടിയായ ഒരു പൊന്നുമോനെയാണ്, അവൻ്റെ പ്രായത്തിൽപ്പെട്ടവരല്ല കേട്ടോ, അവൻ്റെ സമപ്രായത്തിൽപ്പെട്ടവരല്ല, 18 വയസ്സ് ഉള്ള സമപ്രായത്തിൽപ്പെട്ടവരല്ല, 50 വയസ്സിന് മുകളിലുള്ള കിളവന്മാരാണ് കൊന്നത്. എങ്ങോട്ടാണ് നമ്മുടെ നാടിൻ്റെ പോക്ക്? ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ, ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ പട്ടിയെ തല്ലിക്കൊല്ലുന്നത് പോലെ അങ്ങനെ പറയാൻ പറ്റില്ല. നായ്ക്കളെ കൊല്ലുന്നില്ല, മനുഷ്യനെ കൊല്ലുന്നുണ്ട്. ഇന്ന് ഇതൊരു ഇൻസ്പിറേഷൻ ആവും നാളെ ഉള്ളവർക്ക്. നാളെ നമ്മൾ ഇതൊക്കെ കേൾക്കേണ്ടി വരും, ഇതൊക്കെ നമ്മൾ കാണേണ്ടി വരും. വൃദ്ധരായ അസുഖബാധിതരായ അച്ഛനെയും അമ്മയും നോക്കുന്ന ഒരു പൊന്നുമോനായിരുന്നു അവൻ. പഠനത്തിൻ്റെ ഇടവേളയിൽ കൂലിപ്പണിക്ക് പോയി, മൈക്കാട് പണിക്ക് പോയി ഒക്കെ കുടുംബം പോറ്റുന്ന ഒരു മോൻ. നാളെ രാജ്യത്തെ സേവിക്കാൻ വേണ്ടിയിട്ട്, യൂണിഫോമിന് വേണ്ടിയിട്ട് കാത്തിരുന്ന ഒരു പൊന്നുമോൻ. ഈ കഥയൊക്കെ നാളെ വേറൊരു കഥ കിട്ടുമ്പോഴത്തേന് എല്ലാവരും മറന്നു പോകും. പക്ഷേ അവൻ്റെ അച്ഛനും അമ്മയും വേറെ ഏത് പുതിയ കഥകൾ വന്നാലും അവരുടെ അച്ഛനും അമ്മയുടെയും ജീവിതത്തിലുണ്ടായ ദുരന്തം അവർക്ക് മറക്കാൻ പറ്റില്ല. എൻ്റെ മനസ്സ് വേദനിക്കുന്നത് പോലെ ഒരുപാട് അമ്മമാരും മനസ്സ് വേദനിക്കുന്നുണ്ടാവും. പ്രകോപിപ്പിച്ചു, അവൻ എന്തെങ്കിലും പറഞ്ഞു കാണും, അല്ലെങ്കിൽ അവൻ ഒന്നും പറഞ്ഞു കാണില്ല. പക്ഷെ അവൻ്റെ സമപ്രായത്തിൽപ്പെട്ടവരാണെങ്കിൽ നമുക്ക് പറയാം, പ്രകോപനം, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വാക്കുതർക്കം. ഇത് മുതുകളവന്മാർ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ലഹരിയുടെ അടിമയിൽ ഈ 6 അംഗ സംഘങ്ങൾ ഇന്നവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നാളെ അവരുടെ കാര്യം എന്താണെന്ന് നമുക്കെല്ലാവർക്കും ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല. ഇവരൊക്കെ വളർന്നുകൊണ്ടേയിരിക്കും.